രാവിലെ തുടങ്ങിയ പരിശോധനയിൽ 22ഓളം ക്വാറികളിൽ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും റവന്യൂ വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തിയത്. സുരക്ഷാ കാരണങ്ങൾ മുൻകൂട്ടി കണ്ട് പോലീസും പരിശോധനാ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. എന്നാൽ പരിശോധന തൃപ്തികരമല്ലെന്ന് ക്വാറി വിരുദ്ധ സമരസമിതി പ്രവർത്തകർ ആരോപിച്ചു. യാതൊരുവിധമായ ലൈസൻസുകളോ അധികാരപത്രങ്ങളോ ഇല്ലാതെയാണ് മുഴുവൻ ക്വാറിയും നടന്നുകൊണ്ടിരിക്കുന്നത്, മുഴുവൻ ക്രഷർ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ കൊടുത്ത ലൈസൻസുകളുടെ എല്ലാം നിബന്ധനകളുടെ ലംഘനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു നിബന്ധനയും പാലിച്ചല്ല ഈ ക്വാറിയും ക്രഷർ യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതേസമയം ക്വാറികൾ ഉപജീവന മാർഗമാണെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പ്രകടനം നടത്തി. 100ഓളം ക്വാറികൾ പ്രവർത്തിക്കുന്ന മുക്കുന്നിമലയിൽ 9 പാറമടകൾക്കാണ് ലൈസൻസ് ഉള്ളത്. ബാക്കിയുള്ള ക്വാറികൾ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയോ വ്യാജ ലൈസൻസോട് കൂടിയോ ആണ്. ക്വാറികളുടെ ലൈസൻസ് സംബന്ധിച്ച പഞ്ചായത്തിലെ രേഖകൾ ഈയിടെ വിജിലൻസ് പരിശോധിച്ചിരുന്നു. അന്ന് 60ഓളം ക്വാറികൾ അനധികൃതമായി പ്രവർത്തിക്കുന്നവയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മതിയായ രേഖകളില്ലാതെ ക്വാറികൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിജിലൻസ് എസ് പി ഷറഫുദ്ദീൻ പറഞ്ഞു. വ്യാപകമായ ഈ ക്വാറിയിങ് നടക്കുന്നൊന്നും അത് ഇല്ലീഗലാണെന്നുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ ഞങ്ങൾ പള്ളിച്ചൽ പഞ്ചായത്തിൽ സർപ്രൈസ് ചെക്ക് നടത്തി. ഇന്ന് ഏതാണ്ട് നമ്മൾ 22ഓളം ക്വാറികൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴയാണെങ്കിൽ ബാക്കി കൂടെ നമ്മൾ കവർ ചെയ്യേണ്ടി വരും. യാതൊരു പേപ്പേഴ്സും ഇല്ലാതെ നടത്തുന്ന ക്വാറികൾ ധാരാളമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.